നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇന്ന് വിവിധ ജില്ലാ പഞ്ചായത്തുകൾ, കോർപ്പറേഷൻ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലേക്കും പ്രധാനപ്പെട്ട ഭരണാധികാരികളൊക്കെ ചുമതലയേൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. പല സ്ഥലങ്ങളിലും മേയർമാരും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒക്കെ ചുമതല ഏറ്റെടുക്കുന്ന ദിവസം കൂടെയാണ്. ആ സമയത്താണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊക്കെ വല്ലാതെ മുസ്ലിം ലീഗിന്റെയും UDF-ന്റെയും ഒക്കെ അണികൾ പ്രചരിപ്പിച്ച ഒരു ചിത്രമുണ്ട്. ആ ചിത്രം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിലെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിട്ട് അവിടെ തന്നെയുള്ള ഒരു മുൻ നേതാവിന്റെ മകളെ, അതായത് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അവിടുത്തെ സീനിയർ നേതാവായിരുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളുടെ മകളെ, സ്മിജി എന്നാണ് അവരുടെ പേര്, അഡ്വക്കേറ്റ് സ്മിജിയെ അവിടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിധത്തിൽ ഒരു വലിയ പ്രചാരണം തന്നെ നടത്തിയിരുന്നു. അത് ആർക്കാണ് ഇങ്ങനെ കഴിയുക? മുസ്ലിം ലീഗിനെ വലിയ വർഗീയവാദ പാർട്ടിയായിട്ട് കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ പറയുന്ന നിങ്ങൾ ഇത് കാണൂ, ഇതൊരു മാതൃകയാണ്, ഇതാണ് മുസ്ലിം ലീഗ്, യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ സ്വത്വം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. അത് നമുക്ക് അംഗീകരിക്കാം. മുസ്ലിം ലീഗ് ആ ചെയ്തത് നല്ല കാര്യമാണ് എന്ന് തന്നെ പറയാം. കാരണം അവിടെ മതേതരത്വത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ആ തരത്തിലുള്ള നിലപാട് മുസ്ലിം ലീഗ് എടുക്കുന്നു എന്ന് പറയുന്നത് വളരെ കൃത്യമായ കാര്യമാണ്. പക്ഷെ അതിന് തൊട്ടിപ്പുറത്ത് അതിനോട് ചേർത്ത് തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ പറയേണ്ടി വരും. അതായത് തൃശ്ശൂർ കോർപ്പറേഷനകത്തെ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശത്ത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിച്ചത്, അതും മുസ്ലിം വനിതയെ നിർത്തി വിജയിപ്പിച്ച പാർട്ടിയുടെ പേര് BJP എന്നാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതേ മതേതരത്വം, അതായത് മുസ്ലിം ലീഗിന് പറഞ്ഞ അതേ മതേതരത്വ സർട്ടിഫിക്കറ്റ് ഇവിടെ BJPക്ക് നിങ്ങൾ കൊടുക്കുമോ എന്നുള്ളത് ആണെങ്കിൽ ആ സമയത്ത് UDF-ഉം LDF-ഉം മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം അതിനെതിരായിരിക്കും. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം അതല്ല. ഒരു പ്രധാനപ്പെട്ട ഒരു ഫേസ്ബുക്ക് ID-യിൽ നിന്ന് ഒരു പോസ്റ്റ് വന്നിരുന്നു. പോസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, അഡ്വക്കേറ്റ് ആയിഷ P. ജമാൽ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട അഭിഭാഷകയുണ്ട്. ആ അഭിഭാഷക ഇട്ട പോസ്റ്റാണ് ഇവിടെ വളരെ നിർണായകമായി വന്നിരിക്കുന്നത്. അതായത് മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗ് പുതുതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി അവരോധിക്കുന്ന വ്യക്തി, ആ വ്യക്തിയെയും വളരെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലേക്ക് മുസ്ലിം ലീഗിന്റെ വലിയ, ഇപ്പം സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ പ്രതിപക്ഷമില്ല എന്ന് കരുതിയിട്ട് പ്രതിപക്ഷ ശബ്ദങ്ങളെ കേൾക്കാതെ പോകരുത്, 6 മാസം കൂടുമ്പോൾ ഓഡിറ്റിംഗ് നടത്തും, ഇത് ജനങ്ങൾ തന്ന വിജയമാണ്, ഈ വിജയത്തിൽ നിങ്ങൾ മതിമറന്ന് അഹങ്കരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ലീഗ് എന്നുള്ളതാണ്. പക്ഷെ അതിനെയൊക്കെ വല്ലാതെ അപ്രസക്തമാക്കി കളയുന്ന രീതിയിലേക്കുള്ള ഒരു ആരോപണം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗ് പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ജബ്ബാർ ഹാജി എന്ന് പറയുന്ന ലീഗിന്റെ നേതാവിനെയാണ്. ആ ജബ്ബാർ ഹാജിക്കെതിരായി കൊണ്ട് അഡ്വക്കേറ്റ് ആയിഷ P. ജമാൽ കൃത്യമായി പറയുന്നു. ഇങ്ങനെയാണ് പോസ്റ്റ് പോകുന്നത്: സ്ത്രീ പീഡന കേസിലെ പ്രതി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെന്നും വീരാരാധനയാണ്. അത് കുഞ്ഞാലിക്കുട്ടി ആയാലും ഘടകകക്ഷിയിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആയാലും അവർക്ക് നൽകാൻ കഴിയുന്ന ഉയർന്ന പദവി കൊടുത്ത് ആദരിക്കും. അങ്ങനെ പാണക്കാട്ടെ തങ്ങൾ കുടുംബം ആശീർവദിച്ച് ആദരിച്ച വ്യക്തിയാണ് മലപ്പുറത്തെ പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി. ആള് ചില്ലറക്കാരനല്ല. വീട്ടിൽ അതിക്രമിച്ച് കയറി ലൈംഗിക പീഡനം നടത്തിയതിന് സമസ്തയുടെ ലീഗൽ കൺവീനർ ആയിരിക്കെ പുറത്താക്കപ്പെട്ട അസൽ മുസ്ലിം ലീഗുകാരനാണ് ഇയാൾ. എതിരാളികൾ ഇല്ലാതെ മുസ്ലിം ലീഗ് ഭരിക്കാൻ പോകുന്ന മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ അവസ്ഥയാണ്. ഇവർക്കെങ്ങാനും കുറച്ച് സീറ്റ് കിട്ടി കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ ജയിലിൽ കിടക്കുന്ന അമീറുൽ ഇസ്ലാമിനെ വരെ കൊണ്ടുവന്ന് മന്ത്രിയാക്കി ആദരിക്കാൻ സാധ്യതയുണ്ട്. ഈ തരത്തിലാണ് അഡ്വക്കേറ്റ് ആയിഷ P. ജമാലിന്റെ പോസ്റ്റ് പോകുന്നത്. ഇതേറെ ഗുരുതരമായ ഒരു കാര്യമാണ്. അതായത് മലപ്പുറം ജില്ലയിൽ UDF-ന് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് ഏകാധിപത്യമാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് കഴിഞ്ഞ തവണയുള്ളതുപോലെ പ്രതിപക്ഷ ശബ്ദങ്ങൾ പോലും ഇല്ലാതെ ഒരു ജില്ലാ പഞ്ചായത്തിലേക്ക് മുഴുവൻ UDF മെമ്പർമാരും വിജയിക്കുന്നു. അത് ജില്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ആലോചിക്കണം. ഒരു ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു MLA സീറ്റിന് തുല്യമായി നിൽക്കുന്ന, അത്രയും വലിയ രീതിയിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് അല്ലെങ്കിൽ ഡിവിഷനാണ് ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്ന് പറയുന്നത്. അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ, മൃഗീയമായ ഭൂരിപക്ഷത്തിലാണ് മുസ്ലിം ലീഗ് വിജയിച്ച് കയറുന്നത്. അങ്ങനെ അതൊരു കൃത്യമായ രാഷ്ട്രീയ വോട്ട് തന്നെയാണ്. അത് വളരെ വലിയ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ രീതിയിൽ കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നത്. ആ തരത്തിൽ വിജയിച്ച് കയറി ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്ത്, അവിടെ മുസ്ലിം ലീഗിന് ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത്, ആ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ഒരാളെ പിടിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കണമോ എന്നുള്ളതായിരുന്നു ചോദ്യം.
ഇത് സ്മിജിയെ പോലുള്ള ഒരാളെ അവിടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആക്കി എന്ന് പറയുന്ന ആ നന്മയെ കാണുന്നതിനൊപ്പം ആ നന്മയോട് അടക്കമുള്ള എല്ലാ കാര്യങ്ങളുടെയും മേന്മ കെടുത്തിക്കളയുന്ന വിധത്തിലേക്കാണ് മുസ്ലിം ലീഗ് ഈ തരത്തിലൊരു കാര്യം ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് സ്ത്രീപക്ഷം എന്ന് പറയുകയും സ്ത്രീകളോടുള്ള അതിക്രമത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല, സ്ത്രീകളോട് വലിയ വിധത്തിൽ ഞങ്ങൾ അനുഭാവപൂർവ്വമുള്ള സമീപനം കാണിക്കുമെന്നൊക്കെ പറയുകയും അതിനെയൊക്കെ മുഖവിലക്കെടുക്കുന്ന അല്ലെങ്കിൽ വാല്യൂ കൊടുക്കുന്ന പാർട്ടിയാണ് എന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ തന്നെ മറുഭാഗത്ത് വലിയ ആരോപണങ്ങൾ കാലാകാലങ്ങളായി മുസ്ലിം ലീഗിനെതിരെ ഉയർന്നു വരുന്നതാണ്. മുസ്ലിം ലീഗിൽ സ്ത്രീകൾക്ക് ഒരു സ്ഥാനവുമില്ലാത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഇവിടെ കോഴിക്കോട് സൗത്തില് കഴിഞ്ഞ തവണ മത്സരിച്ച പ്രധാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി അവിടെ പരാജയപ്പെട്ടു. അവിടെ ദേവർകോവിൽ വിജയിച്ചത് മുസ്ലിം ലീഗുകാർ പോലും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന അന്ന് മത്സരിച്ച വനിതാ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. അത്രയ്ക്ക് വനിതാ വിരുദ്ധരാണ്, സ്ത്രീ വിരുദ്ധരാണ് ലീഗ് എന്നൊക്കെയുള്ള പരാമർശങ്ങളും വിമർശനങ്ങളും ലീഗ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട്. മാത്രമല്ല കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ മുസ്ലിം ലീഗിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. അതെങ്ങനെയാണ് പിന്നീട് ഒഴിവാക്കപ്പെട്ടത്, അത് ആരാണ് ഒഴിവാക്കി കൊടുത്തത്? പി ശശി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കൃത്യമായി അന്ന് ചില ആരോപണങ്ങൾ വരികയും അത് ഒഴിവാക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ ആ കേസ് അട്ടിമറിച്ചതാണ് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ പിന്നീട് ഉയർന്നു വന്നതാണ്. എന്തായാലും ഈ കേസ് പിന്നീട് ഇങ്ങോട്ട് പോരുമ്പോൾ മുസ്ലിം മതത്തിലെ ചില നിയമങ്ങൾ, അതായത് സ്ത്രീകളുമായിട്ടുള്ള വൈവാഹിക ബന്ധത്തിലെ ചില പ്രശ്നങ്ങൾ, മുത്തലാഖ് ബില്ലിനെതിരായിട്ടുള്ള കാര്യങ്ങൾ, സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഈ പള്ളിക്കല്യാണം പോലുള്ള വിഷയങ്ങൾ, ഇതിലൊക്കെ തന്നെ ലീഗിന് ഒരു മൃദു സമീപനമാണ്. സ്ത്രീകളെ അടിച്ചമർത്തുന്ന രീതിയാണ് മുസ്ലിം ലീഗിന് എപ്പോഴും ഉള്ളത്. മാത്രമല്ല ഇതിൽ അഡ്വക്കേറ്റ് ആയിഷ പി ജമാൽ പറയുന്ന ഒരു വാചകമുണ്ട്, പെണ്ണ് കേസ് അല്ലെങ്കിൽ സ്ത്രീപീഡന കേസ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെന്നും വീരാരാധനയാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് കുഞ്ഞാലിക്കുട്ടി ആയാലും ഘടകകക്ഷിയിലെ രാഹുൽ മാങ്കൂട്ടത്തിലായാലും ആലോചിക്കൂ, കുഞ്ഞാലിക്കുട്ടി ആയാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും അത് വീരാരാധനയാണെന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. അവർക്ക് നൽകാൻ കഴിയുന്ന ഉയർന്ന പദവി കൊടുത്ത് ആദരിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പോ നമ്മളൊരു നമ്മൾ പിന്നെ ഈ പിക്കറ്റിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപരോധ സമരത്തിന് പോകുമ്പോൾ ഒക്കെ കേസെടുക്കുന്നതും അടിപിടിക്ക് കേസെടുക്കുന്നതും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഒരു പെണ്ണ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അതിനെ വീരാരാധനയോട് കാണുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടുണ്ട്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആളുകളാണ് എന്നുള്ളത് സൈബർ ഇടങ്ങളിൽ ഒന്ന് നോക്കിയാൽ മതി. ഏത് പേരുള്ള ആൾക്കാരാണ് അത് പിന്തുണയ്ക്കുന്നത്? അത് മതത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നത്, രാഷ്ട്രീയം, പൊളിറ്റിക്സ് തന്നെ എടുത്ത് പരിശോധിച്ചാൽ മുസ്ലിം ലീഗുകാർ കൂടുതലായിട്ട് കാണും. അതായത് ഈ സ്ത്രീകളോട് അതിക്രമം കാണിച്ചിട്ട് ആളുകളെ അങ്ങ് വെള്ളപൂശുന്ന നിലപാടാണ് ഇവർക്കുള്ളത്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ തെറ്റ് തെളിയിച്ച് പുറത്തു വരേണ്ടതുണ്ട്, കാര്യങ്ങളുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ പറഞ്ഞ വിഷയം വെച്ചിട്ട് അദ്ദേഹം തെറ്റുകാരനാണ് എന്ന് ഏകപക്ഷീയമായി വിധിക്കാൻ നമ്മൾ ആരും ആലല്ല, അതൊക്കെ കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇവിടെ പുറത്തു വന്നിരിക്കുന്നത് ഈ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദം തന്നെ നേരിട്ട് പുറത്തു വന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദം നേരിട്ട് പുറത്തു വന്നു. ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ അയാൾ പറയുന്നു. മാത്രമല്ല ഗർഭിണിയായി നിന്ന ഒരു സ്ത്രീയെ അങ്ങേയറ്റം പുച്ഛത്തോടെയും നിന്ദ്യമായ ഭാഷയിലും താൻ ഗർഭിണിയാക്കിയ ഒരു സ്ത്രീയോട് അയാൾ ക്രൂരമായി പെരുമാറുന്നു. ഇത്തരത്തിലുള്ള കേസ് പിന്നീട് ഒരു ബലാത്സംഗ കേസാണ് വരുന്നത്. ആ കേസിനൊക്കെ അകത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നേരിട്ട് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ പുറത്തു വരുമ്പോഴാണ് നമുക്ക് രാഹുലിനോട് വലിയ പ്രശ്നങ്ങൾ തോന്നുന്നത്. ആ വോയിസ് ക്ലിപ്പ് രാഹുലിൻ്റെതാണോ എന്ന് ഉറപ്പിക്കേണ്ടത് ആരാണ്? അത് ഉറപ്പിക്കേണ്ടത് അന്വേഷണ സംഘവും കോടതിയുമാണ്. പക്ഷെ പോലീസ് ആ ഒരു FSL ലാബിലേക്ക് അയച്ച് അത് രാഹുലിന്റെ ശബ്ദം തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതുകൂടെ കിട്ടിയപ്പോൾ നമുക്ക് ഉറപ്പാണ് അദ്ദേഹം തെറ്റുകാരനാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാം. കാരണം അത് സ്വന്തം ശബ്ദമാണ്. ആ രാഹുലിന്റെ സ്വന്തം ശബ്ദത്തിൽ രാഹുൽ പറയുന്ന കാര്യം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അയാൾ കുറ്റവാളിയാണോ അല്ലയോ എന്നുള്ളത്. മറ്റു കേസുകളിലൊക്കെ നമുക്ക് കോടതിയുടെ തീരുമാനത്തിന് കാത്തിരിക്കണം. കാരണം നമ്മൾ അറിയാത്ത, നമ്മൾ കാണാത്ത, നമ്മൾ വാക്കുകൾ കൊണ്ട് മാത്രം കേൾക്കുന്ന, പോലീസ് എഴുതി പിടിപ്പിക്കുന്ന ഈ FIR മാത്രം കേട്ട് പരിചയമുള്ള ആളുകളാണ് നമ്മൾ. അവർക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എന്തിനും അവിടെയും രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ വന്നിരുന്നത് മുസ്ലിം ലീഗുകാരാണ് എന്നുള്ളത് സത്യമായ കാര്യമാണ്. മുസ്ലിം ലീഗിന് ഒരുപാട് നന്മയുള്ള പാർട്ടിയാണ്. പക്ഷെ ഇത്തരം ചില കാര്യങ്ങളിൽ ലീഗിന് വലിയ തെറ്റുകൾ പറ്റാറുണ്ട്. ഈ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട ആളുകളെ പ്രധാന സ്ഥാനത്ത് കയറ്റിയിരുത്തുക, അവർക്ക് സംരക്ഷണം കൊടുക്കുക, അവരെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ മുസ്ലിം ലീഗ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തന്നെയാണ്. ഇപ്പോ ആയിഷ പി ജമാലിനെ പോലെ വനിതയായിട്ടുള്ള ഒരു അഭിഭാഷക ഇത് കൃത്യമായി തുറന്ന് എഴുതുമ്പോൾ അതിന് ഒരുപാട് മാനങ്ങളുണ്ട് എന്ന് തന്നെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിന്റെ അടിയിൽ ഇവര് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതായത് ഉദാഹരണത്തിന് ഇപ്പം മലപ്പുറം ലൈംഗിക ചൂഷണ പരാതി വരുന്നതിനെ തുടർന്ന് സമസ്ത ലീഗൽ സെൽ കൺവീനർ ജബ്ബാർ ഹാജിക്കെതിരെ നടപടി.
നടപടി. സമസ്തയുടെ മുഴുവൻ സമയ ഭാരവാഹി സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാനാണ് തീരുമാനം. ഇന്നലെ കോഴിക്കോട് ചേർന്ന സമസ്ത വിദ്യാഭ്യാസ ബോർഡ് യോഗത്തിൽ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും വൈസ് പ്രസിഡന്റ് ഹൈദരലി ശിഹാബ് തങ്ങളുമാണ് തീരുമാനം അറിയിച്ചത്. പരാതിയിൽ വിദ്യാഭ്യാസ ബോർഡ് ചർച്ച നടത്തുന്ന ഉചിതമല്ലെന്ന് മറുവിഭാഗം ഉന്നയിച്ചു. ഇതോടെയാണ് ജബ്ബാർ ഹാജിക്കെതിരെ സമസ്ത പ്രസിഡന്റ് നടപടി തീരുമാനമെത്തിയത്. സമസ്ത ലീഗൽ സെൽ കൺവീനറും വിദ്യാഭ്യാസ ബോർഡ് അംഗവുമായ ജബ്ബാർ ഹാജിക്കെതിരെ വാഴക്കാട് സ്വദേശിയായ സ്ത്രീയാണ് പീഡന പരാതിയുമായി എത്തിയത്. വീട്ടിൽ അതിക്രമിച്ച് കയറിയ ജബ്ബാർ ഹാജി ലൈംഗിക പീഡനം നടത്തിയെന്ന് ആരോപിച്ച് സമസ്തയ്ക്ക് വനിതാ കമ്മീഷൻ പരാതി നൽകിയിരുന്നു. സംസ്ഥാന നേതാക്കൾക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ഇതേ തുടർന്നാണ് വനിതാ കമ്മീഷൻ സമീപിച്ചതെന്നും പരാതിക്കാർ വ്യക്തമാക്കുന്നു. പിന്നീട് ഈ കേസിൽ അദ്ദേഹം കുറ്റവിമുക്തനായിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല. പക്ഷെ അങ്ങനെ കുറ്റവിമുക്തനായിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും തന്നെ ഒരു നിലനിൽപ്പോ ഒരു കാര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അദ്ദേഹം കുറ്റവിമുക്തനായിട്ടില്ല എങ്കിൽ മുസ്ലിം ലീഗ് ഏറ്റെടുത്ത ഈ നിലപാട് അല്ലെങ്കിൽ എടുത്ത കാര്യം ശരിയല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഈ പോസ്റ്റിനെ അധികരിച്ച് മാത്രമാണ് നമ്മൾ ഈ വിഷയത്തിൽ പറയുന്നത്. ഇങ്ങനെ ഒരു പോസ്റ്റ് പ്രചരിക്കുന്നുണ്ട്, അത് മുസ്ലിം ലീഗിന്റെ ഭാരവാഹികളും ആളുകളും ഒക്കെ കാണുന്നതും കേൾക്കുന്നതും നന്നായിരിക്കും. ഈ തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അവിടെ വരുന്നു, ഈ ആരോപണം കൂടി പൊന്തി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.